നാലാമത്തെ മോഡ്യൂളാണ്, അവസാനത്തെ മോഡ്യൂൾ. ഇലക്ട്രിക്കൽ എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റിംഗ്, ഈ എസ്റ്റിമേഷൻ ഓഫ് സബ്സ്റ്റേഷൻ. അതിലാദ്യം കോമ്പണൻസ് ഓഫ് ഓവർ ഹെഡ് ലൈനാണ്. മേജർ കോമ്പണൻസ് ഓഫ് ഓവർ ഹെഡ് ലൈൻസ് ആണ് ഇന്നത്തെ ടോപ്പിക്. ഒന്നാമതായിട്ട് സപ്പോർട്ട്, ഇൻസുലേറ്റർ, ക്രോസ് ആം, കണ്ടക്ടർ, സ്റ്റേ അല്ലെങ്കിൽ ഗേസ്, ലൈറ്റ്നിങ് അറസ്റ്റർ, ഫ്യൂസ് ഐസൊലേറ്റർ, എർത്ത് വയർ, വി ഗാർഡ് വയർ, അതുപോലെ ബാർ ബെഡ് അല്ലെങ്കിൽ ആൻറ്റി ക്ലംപിംഗ് ഡിവൈസ്, മിസലേനിയസ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പോളാണ്, സപ്പോർട്ടാണല്ലേ. സപ്പോർട്ട് അല്ലെങ്കിൽ പോൾ എന്ന് പറഞ്ഞാൽ, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പോൾ ഓർ ടവർ ആർ യൂസ്ഡ് ടു ഡിപ്പെൻഡിങ് അപ്പോൺ ദ വോൾട്ടേജ് ആൻഡ് റീജിയൻ ഓർ ഏരിയ. പോൾ എന്ന് പറയുന്നത്, പോൾ ആർ യൂസ്ഡ് ഹാസ് സപ്പോർട്ട് ഫോർ ക്രോസ് ആം, ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടർ ഫോർ ദ ഹെഡ് ലൈൻ, ഫോർ ഓവർ ഹെഡ് ലൈൻ. ഡിഫറെൻ്റ് ടൈപ്പ് ഉണ്ട്. സ്റ്റീൽ ട്യൂബുലാർ പോള്, സ്റ്റീൽ റെയിൽ പോള്, റീഇൻഫോഴ്സ്മെൻറ്റ് സിമെൻറ്റ് കോൺക്രീറ്റ് RCC പോള്, പ്രീ സ്ട്രെസ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് PCC പോള്, PSCC പോള്. വ്യത്യസ്ത ലെന്തുള്ള സാധനമുണ്ട്. 8 മീറ്റർ, 9 മീറ്റർ, 10 മീറ്റർ വരെ നീളമുള്ള പോളുകളുണ്ട്. അടുത്തത് ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ എന്ന് പറയുന്നത് പിൻ ഇൻസുലേറ്റർ, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ, സ്ട്രെയിൻ ഇൻസുലേറ്റർ, ഡിസ്ക് ഇൻസുലേറ്റർ, ഷാക്കിൾ ഇൻസുലേറ്റർ. ഇൻ കേസ് മേ ബി സപ്പോർട്ടിങ് ദി കണ്ടക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസുലേറ്റേഴ്സ് ആർ പ്രൊവൈഡഡ് ബിറ്റ്വീൻ, എവിടെ ആയിരിക്കും, കണ്ടക്ടർ ആൻഡ് ക്രോസ് ആം, ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫേസ് കണ്ടക്ടർ of the line and also to prevent the leakage of current to earth through cross arms on support. ആദ്യം നമ്മൾ നോക്കുന്ന പിൻ ഇൻസുലേറ്റർ ആണ്. പിൻ ഇൻസുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത് 11 kVയിൽ 400 വോൾട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ലൈൻ റെസ്പെക്റ്റീവ്ലി. Pin insulators use up to 33 kV and those may be of a single piece or multi-piece type ആയിട്ടാണ് ഉപയോഗിക്കുക. പിൻ ഇൻസുലേറ്റർ ഉപയോഗിക്കാത്ത സ്ഥലമാണ് ഡെഡ് എൻഡിലോ അതുപോലെ തന്നെ ഷാർപ്പ് ടേണിങ് 90 ഡിഗ്രിയിലോ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നതാണ് ഷാക്കിൾ അല്ലെങ്കിൽ സ്ട്രെയിൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. Beside being use of a turning point and dead end, strain insulators are also used as suspension insulators at a straight run for voltage of 66 kV and above, where the shackle insulators are used for low and medium insulator. ചിത്രമെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. പിൻ ഇൻസുലേറ്റർ ആണ് ആദ്യം കാണുന്നത്. അടുത്തത് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് ആണ്. 11 kVയിലാണെങ്കിൽ ഒരെണ്ണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, 33ലാണെങ്കിൽ 2 എണ്ണം ഉപയോഗിക്കും, 66ലാണെങ്കിൽ 5 എണ്ണം, 132ലാണെങ്കിൽ 9 എണ്ണം, 220ലാണെങ്കിൽ 14 എണ്ണം, 400ലാണെങ്കിൽ 21. 400 kV വോൾട്ടിലാണ് 21. സസ്പെൻഷനിലും ഡെഡ് എൻഡിലാണെങ്കിൽ 22 ഉപയോഗിക്കുന്നത്. Gay insulators are generally used with pole gay on low voltage line, where it is necessary to insulate the lower part of the gay wire. നമ്മൾ വീണ്ടും പിന്നീട് പഠിക്കുന്നത് gay wire from the pole for safety of people and animal to guard ground. Gay insulators is also known as an egg insulator എന്നും അതിന് പേരുണ്ട്. ക്രോസ് ആം ആണ് അടുത്തത്. What is a cross arm? Cross arm is a steel angle section are used on the pole structure to support the insulator. Cross arm are mounted on the top of the pole to support the insulators and conductors.
The cross arm help to maintain the distance between conductors. അതിനാണ് മെയിനായിട്ട്. മൂന്നും ഒരേ അടുത്തടുത്ത് വെക്കാൻ പറ്റുന്നുണ്ടാവില്ല. 3 വയർ എന്തായാലും ഉണ്ടാവില്ല 3 phase ആണെങ്കിൽ. And to prevent arcing due to short circuit when swinging of conductor ഇങ്ങനെ ആടുന്ന സമയത്ത് കാറ്റിനൊക്കെ. Nowadays the cross arms made of a mild steel MS channel, not wood. The usual length 1.25 meter into 75 meter into 37 mm. അതേപോലെ തന്നെ 2.14 meter into 100 mm ആണ്. 50 mm for 33 kV ക്രോസ് ആം ഇതേപോലെ ഡിഫറെൻ്റ് ടൈപ്പ് ഉണ്ട്. ട്രയാങ്കുലർ ഉണ്ട്. ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ 2 സൈഡും ഒരെണ്ണം മുകളിലും ഹൊറിസോണ്ടലായിട്ട് പോകുന്നുണ്ട്. ഒരേ ലെവലിൽ തന്നെ 3 എണ്ണം ഒരുമിച്ച് സിഗ്സാങ് ആയിട്ട് പോകുന്നുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ ഫിഗറിൽ കാണുന്നുണ്ട്. Illustrate the various type of cross arms which are used. Cross arms are fitted on the top of pole ഏറ്റവും മുകളിൽ with the help of cross arm clamp made of MS flat size 50x6 mm. Pole top bracket required for fixing pin insulator on the top of the pole made of MS flat type 60x8. ഓവർഹെഡ് കണ്ടക്ടറാണ്. കണ്ടക്ടറിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം. ACSR AAC. ACSR എന്ന് പറഞ്ഞാൽ അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. AAC എന്ന് പറഞ്ഞാൽ ഓൾ അലുമിനിയം കണ്ടക്ടർ. കോപ്പറുകളും ഉപയോഗിക്കാറുണ്ട്. അവൈലബിലിറ്റി ഓഫ് ദ കോപ്പർ ഈസ് സ്കെയർ, കുറവാണ്, വിലയും കൂടുതലാണ്. യൂസ് ഓഫ് കോപ്പർ ഓവർഹെഡ് ലൈൻ ഈസ് ലിമിറ്റഡ്, നൗ ബീൻ കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ് ബൈ അലുമിനിയം. The copper is used conductor in cable, not in overhead line. All aluminum standard conductors, ACSR ആവട്ടെ AAC ആവട്ടെ, എന്താണ് കോപ്പർ വൈറ്റ്? അതിനുള്ള conductivity of aluminum is 2/3 and density is 30.3% of the copper ഉള്ളൂ. And aluminum conductor of 1.25 times that of the copper of equal resistance. Aluminum conductor steel reinforcement are made galvanized steel core surrounded by standard aluminum wire. നടുവിലുള്ളത് ഗാൽവനൈസ്ഡ്, ചുറ്റുഭാഗത്തും അലുമിനിയമാണ്. Due to high tensile strength of ACSR, high span length are possible. Hence, ACSR is widely used transmission and distribution of electrical energy. Galvanized steel conductor do not corrode. പെട്ടെന്നൊന്നും എന്താവില്ല, കൊറോഡാവില്ല. Possess of a poor conductivity, 13% കോപ്പറിനുള്ളൂ. ഹൈ റെസിസ്റ്റൻസ്. Hence such wire are used to telecommunication, earth wire, gay wire and guard wire. ഇനിയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. കണ്ടക്ടർ 7 വയറും 9 കോറൊക്കെ ഉള്ള വയറുകൾ കണ്ടക്ടറുകൾ അടുക്കി എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കുക. അതേസമയം വയറിനെ അങ്ങനെ സ്ട്രെച്ചായിട്ട് പിടിച്ച് വലിച്ച് കെട്ടിടാൻ പറ്റില്ല, അതിന് സാഗ് ഉണ്ടാവും. സാഗ് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കെടുക്കുക. സാഗ് ഈസ് എ മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് ഇൻ എ സ്പാൻ ഓഫ് ആൻ ഓവർഹെഡ് ലൈൻ between a conductor and a straight line passing through the two top point of support. Conductor should be considered. അപ്പോൾ ആക്ച്വൽ ലെന്ത് എന്ന് പറയുന്നത് ഇങ്ങനെ തൂങ്ങണം എന്നുള്ളതുകൊണ്ട് സ്പാൻ പ്ലസ് 2% ഓഫ് സാഗ് ആണ്.
അടുത്തത് minimum vertical clearance between ground and lowest conductor of the overhead line are recommended by IE Rule 77. ലോ ഓർ മീഡിയം ആണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിൽ 5.8 മീറ്റർ ക്ലിയറൻസ് ഉണ്ടാവണം. എലോങ് സ്ട്രീറ്റ് ആണെങ്കിൽ 5.5. 11 kV വരെ 6.1. ഹൈ വോൾട്ടേജിൽ 5.2 അക്രോസ് ദ സ്ട്രീറ്റിൽ. ഹൈ വോൾട്ടേജ് ലൈൻ അപ് ടു 33 ആണെങ്കിൽ 5.2 പ്ലസ് ഓരോ 33ക്കും എത്ര വെച്ച് 0.305 വെച്ച് ആഡ് ചെയ്യാൻ. അടുത്തത് സിസ്റ്റം വോൾട്ടേജ് ലോ ആൻഡ് മീഡിയം ആണെങ്കിൽ 2.44 mm, ഹൊറിസോണ്ടൽ ക്ലിയറൻസ് 1.22 mm, അപ് ടു 11 kV 3.66 mm, 1.283. അടുത്തത് മിനിമം സ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടർ ഫ്രം ദ ഡിഫറെൻറ്റ് വോൾട്ടേജസ്. 0.4 kV ആണെങ്കിൽ വെർട്ടിക്കലി രണ്ട് കണ്ടക്ടറും തമ്മിൽ 46 സെൻറ്റിമീറ്റർ. 11 kV ആണെങ്കിൽ അത് 76 സെൻറ്റിമീറ്റർ. 33 ആണെങ്കിൽ 1.2. രണ്ടും തമ്മിൽ ഹൊറിസോണ്ടൽ ആണെങ്കിൽ അത് 1.14 മീറ്റർ, 1.53 മീറ്റർ. 132 kV ആണെങ്കിൽ 3.66 മീറ്റർ, 5.87 മീറ്റർ, 1.3 മീറ്റർ എന്ന രീതിയിലായിരിക്കും ഡിസ്റ്റൻസ് ഉണ്ടാവുക. അടുത്ത സ്റ്റേ വയറിനെ സംബന്ധിച്ചാണ്. സ്റ്റേ വയർ ഇറ്റ് ഈസ് എ ഫെസ്റ്റിനേറ്റഡ് ടു ദ പോൾ ടെർമിനൽ അറ്റ് ആൻ ആംഗിൾ പോയിന്റ് ടു റെസിസ്റ്റ് ലാറ്ററൽ ഫോഴ്സ്. മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി കാറ്റടിക്കുമ്പോൾ. അബ്നോർമൽ കണ്ടീഷൻ ലൈക്ക് സൈക്ലോൺ, എർത്ത് ദ പോൾ ആൻഡ് കണ്ടക്ടർ മേ സബ്ജക്റ്റഡ് ടു ഹൈ വെലോസിറ്റി വിൻഡ് ഇൻ ദി ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ടു ലൈൻ which may tilt or uproot the pole. The safeguard against this incident, every fifth pole of OH, ഓരോരോ പോളിലും 5 പോൾ കഴിയുമ്പോൾ ഓവർഹെഡ് ലൈൻ ഈസ് പ്രൊവൈഡഡ് വിത്ത് 2 ഓൺ ഐദർ സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. വലിച്ചു കെട്ടിയിരിക്കണം. The pole support of an overhead line used at an angle of 90° turn, termination likely intermediate pole experience a pull on one side only and tended to tilt. എല്ലായിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും പോൾ വലിച്ചു കെട്ടിയിരിക്കുന്നത്. To prevent minimum this, a stay or gay is provided with counteract the result of pull on the angle or the terminal of pole. ഇനി എന്തൊക്കെയാണ് അതിന് വേണ്ടി ചെയ്യുന്നത് നോക്കാം. The stay or gay may be സ്റ്റീൽ വയറാണ് വലിക്കാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുകളിൽ the gay made of a line pole the same length of little less are installed the same side of overhead line conductor and subjected to compressive load. Stud wire, steel wire gay is installed on the opposite side of the line conductor and subjected to tensile load. നമ്മുടെ ചിത്രം ഇതാണ്. ഇതിലേറ്റവും മുകളിൽ കാണുന്ന 1 എന്ന് എഴുതിയതാണ് ഓവർഹെഡ് ലൈൻ. 2 എന്ന് എഴുതുന്നതാണ് ഡെഡ് എൻഡ് അല്ലെങ്കിൽ ആംഗിൾ പോൾ എന്ന് പറയുന്നത്. 3 ആയിട്ട് കാണിച്ചിരിക്കുന്ന സാധനമാണ്. നമ്പർ 3 ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ക്ലാമ്പ് കെട്ടിയിട്ടിരിക്കുന്നത്. 4 എന്ന നമ്പർ എഴുതിയിട്ട് കാണിച്ചിരിക്കുന്ന സാധനമാണ് വയർ. 5 സ്പ്ലൈസിങ്. 6 തിമ്പിൾ. 7 ഗേ ഇൻസുലേറ്റർ. 8 MS ട്രേ ബ്ലോ എന്ന് പറയുന്നത്. 9 ലോക്ക് നട്ട്. 10 MS സ്റ്റീലിൻ്റെ റോഡ്. 16 or 20 mm സ്റ്റേ പ്ലേറ്റ്. 11. അടുത്തതായിട്ട് അതെങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. സ്റ്റേ ആർ ഫിക്സഡ് ബിഫോർ സ്ട്രെച്ചിങ്.
the line conductor. The stay rod are grounded are of round mild steel with a diameter of 16 or 20 mm. Stay plate is fixed at one end of the stay rod and the other end stay blow is fixed. The stay plate hold the stay assemble fairly. The stay blow connected to stay wire on the stay rod. GI thimbles are used on both ends of the stay wire to avoid damage of the stud. The stay is fixed on the pole through a stay pole clamp. എന്താ പറഞ്ഞത്? ഒരു വയർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സ്റ്റേ വയർ എന്ന് പറയുന്നതിൻ്റെ മുകൾ ഭാഗത്ത് ക്ലാമ്പ് ഇട്ടിട്ട് ഒരു വയർ എടുത്തിട്ടുണ്ടാവും. അതേപോലെ അവിടെ ഒരു വെളുത്ത ഒരു കട്ട പോലത്തെ ഒരു സാധനം ഉണ്ടാവും, പ്രോസിലിൻ്റെ ഒരു പിഞ്ഞാണക്കൂട്ടിൻ്റെ ഒരു കട്ട ഉണ്ടാവും. അതാണ് സ്റ്റേ ബ്ലോ എന്ന് പറയുന്നത്. അതേപോലെ താഴെ ഉണ്ടാവും. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു കമ്പി ഇങ്ങനെ വളച്ചിട്ട് ഒരു കമ്പിനകത്തോട്ടും മറു കമ്പിനെ വലിച്ചിട്ടിട്ടുണ്ടാവും. സർ, അതിൻ്റെ എൻഡിൽ വീണ്ടും ഒരു കമ്പി മണ്ണിലേക്ക് താന്നു പോയിരുന്നാലും കാണാൻ പറ്റും. ആ മണ്ണിലേക്ക് താന്നു പോകുന്ന ഭാഗത്ത് വീണ്ടും മണ്ണിൽ കുഴിച്ചിട്ടിടത്തൊരു പ്ലേറ്റും ഉണ്ടാവും. എഗ് ടൈപ്പ് ഓർ ഗേ ഓർ സ്റ്റേ ഇൻസുലേറ്റർ ഈസ് ഇൻസേർട്ടഡ് ഇൻ ഈച്ച് സ്റ്റേ to insulate the upper part of the stay wire from the lower part. The gay insulator is provided at a height approximately 3 meters from the ground level. അടുത്തത് ഗാർഡിംഗ് ആണ്. നമ്മൾ ശരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ. ഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. എന്തിൽ നിന്ന്? ടു പ്രിവെൻറ്റ് ഫോർ സേഫ്റ്റി പർപ്പസ്, പ്രൊവൈഡഡ് ഫോർ സേഫ്റ്റി പർപ്പസ്. Guarding is usually provided on the support at road crossing, railway crossing, canal crossing, power line crossing, communication line crossing, HV/LV power line running parallel of the same structure. The guard may use the same material as used for earth wire. Earth wire ne copper ആണെങ്കിൽ അത് തന്നെ GI ആണ് ഉപയോഗിക്കണമെങ്കിൽ GINS. ഈസ് ടു ബി എർത്തഡ്. എന്തിനാണത്? വെൻ എപ്പോഴെങ്കിലും ദ ലൈൻ കണ്ടക്ടർ ബ്രേക്ക് ഇറ്റ് ഫസ്റ്റ് ഫാൾ ഓൺ ദ ഗാർഡ് വയർ. ഗാർഡ് വയറിൻ്റെ മീതെ വീഴട്ടെ, അതിന് മുമ്പ് എന്ത് ചെയ്യരുത്? ഭൂമിയിലോ മേത്തോ മറ്റ് വാഹനങ്ങളുടെ മീതെ ഒന്നും വീഴരുത്. ആൻഡ് ബിക്കം എർത്തഡ് ബിഫോർ ഫാളിങ് ഓൺ ദ റോഡ്, റെയിൽവേ ട്രാക്ക്, കമ്മ്യൂണിക്കേഷൻ ലൈൻ. ഗാർഡ് വയർ ആർ നോർമലി 2 ടൈപ്പ് ഉണ്ട്. വൺ ഈസ് എ ക്രാഡിൽ. നിങ്ങൾ കാണുന്നുണ്ട്, ക്രാഡിൽ എന്ന് പറഞ്ഞാൽ താഴെ നെറ്റ് പോലെ കെട്ടിവെച്ചിരിക്കുന്നതാണ് ക്രാഡിൽ ഗാർഡ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കേജ് ഓർ ബോക്സ് ഗാർഡ് എന്ന് പറയുന്നത്. വെൻ ദ കണ്ടക്ടർ ആർ ഹൊറിസോണ്ടലി ഓർ ഡെൽറ്റ ഫാഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ, നേരത്തെ കണ്ടു. Cradle guard is provided. Cage guard are provided when the conductors are vertical fashion. ഇതാണ് വെർട്ടിക്കൽ ഫാഷൻ. ഇങ്ങനെ ഒന്നിന് താഴെ ആയിട്ട് വെർട്ടിക്കൽ ഫാഷൻ. അപ്പോഴാണ് കേജ് ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ 6 കമ്പണൻസുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമതായിട്ട് സപ്പോർട്ട് അല്ലെങ്കിൽ പോള്, ഇൻസുലേറ്റർ, കണ്ടക്ടർ, ക്രോസ് ആം, ഗേ ആൻഡ് സ്റ്റേ. അടുത്തത് ലൈറ്റ്നിങ് അറസ്റ്ററാണ്, ഇടിമിന്നലിൽ നിന്ന് സംരക്ഷണം. ടു ഡിസ്ചാർജ് ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ലൈൻ ടു എർത്ത്. നമ്മൾ ഓവർ ഹെഡ് ലൈനിലേക്ക് വരുന്ന ഹൈ വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്യുക ടു എർത്ത് ഡ്യൂ ടു ലൈറ്റ്നിങ്. ഫ്യൂസ് ആൻഡ് ഐസൊലേറ്റേഴ്സ്. ടു ഐസൊലേറ്റ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് സെക്ഷൻസ് ഓഫ് ലൈൻ. അതിന് ABകളാണ് ഉപയോഗിക്കുക. എയർ സർക്യൂട്ട് ബ്രേക്കറുകൾ ഉപയോഗിക്കും. എർത്ത് വയർ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് റൺ ടു ദ ടോപ്പ് ഓഫ് ദ ടവർ. ഏത് ടവറിൻ്റെയും ഏറ്റവും മീതെ പോകുന്ന വയർ എർത്ത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആ വയറിനെ എർത്ത് ചെയ്തിട്ടുണ്ടാവും.
It runs on the top of the tower or line to protect against lightning stroke. V-guard, often to provide below the overhead line running along or cross the street to avoid damage in the case of line break. ലൈൻ ബ്രേക്ക് ചെയ്ത് നേരെ താഴേക്ക് വീഴാതിരിക്കാൻ. ഗാർഡ് വയർ ഓൾസോ പ്രൊവൈഡ് above or below the power line while crossing the communication line or guard wire are earthed. ബാർബെഡർ ആൻറ്റി ക്ലമ്പിങ് എന്ന് പറഞ്ഞാൽ കട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുള്ളുകമ്പി ചുറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തത്. ആർ പ്രൊവൈഡഡ് ഓവർ സം പോർഷൻ ഓഫ് ദ സപ്പോർട്ട്. പോർഷൻ ഓഫ് ദ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ ചില ഭാഗത്ത് ഇത് ചുറ്റി വെച്ചിരിക്കുന്നത്, പെട്ടെന്ന് അങ്ങോട്ട് കയറി പോവാതിരിക്കാൻ. ആളുകളോ ആരാണോ മോഷ്ടിക്കാൻ കയറുന്നത്. സം പോർഷൻ ഓഫ് ദ സപ്പോർട്ട് ടു അവോയ്ഡ് ക്ലിമ്പിങ് ഓൺ അൺഓതറൈസ്ഡ് പേഴ്സൺ. മിസ്സലേനിയസ് ഐറ്റംസ് ആണ് ജമ്പർ, ഡേഞ്ചർ പ്ലേറ്റ്, നട്ട് ബോൾട്ട്, ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, ചാർട്ട്. 12 ഐറ്റംസ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.